നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. മാങ്ങ ഒരു വർഷക്കാലമൊക്കെ കേടുകൂടാതെ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മാങ്ങയും ഭരണിയും ഒക്കെ ഇവിടെ റെഡിയാണ്. എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഭരണി നല്ലോണം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. നല്ല മാങ്ങ വെച്ച് വേണം നമ്മൾ ഉപ്പിലിടാനായിട്ട്. അതായത് ചതവൊന്നും ഇല്ലാത്ത മാങ്ങ വേണം. പറിക്കുമ്പോൾ നമ്മൾ താഴെ വീഴാതെ തന്നെ പറിച്ചെടുക്കാൻ നോക്കണം. അതുപോലെ കുറച്ച് ഞെട്ട് ഭാഗം വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാങ്ങ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. ഇനി ഈ മാങ്ങ പൈപ്പിനടിയിൽ പിടിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചാറിയെടുക്കണം. ഇപ്പം ഞാൻ 3 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളത്തോളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പും കൂടി ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. ഉപ്പിലിടുന്നതിനൊക്കെ നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നല്ലത്. കല്ലുപ്പ് എന്ന് പറയുമ്പോൾ അത് ബ്ലീച്ച് ചെയ്യാത്ത ഉപ്പാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ ഇമ്പ്യൂരിറ്റീസൊക്കെ കാണും. നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു തുണി വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ അതിനകത്ത് ധാരാളം മണ്ണും അതുപോലെ അഴുക്കൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. കല്ലുപ്പ് ഡയറക്റ്റ് ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സൊന്നും നടക്കില്ല. 1 കിലോ മാങ്ങയ്ക്ക് 150 ഗ്രാം ഉപ്പ് എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് ഒരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു അളവിലെടുക്കുക. ഇനി ഉപ്പുവെള്ളം നല്ലോണം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം ഒരു തുണി വെച്ച് അരിച്ചെടുക്കണം. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. മാങ്ങ മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം തിളപ്പിക്കാനായിട്ട്. മുഴുവൻ മാങ്ങയും ഇടാൻ പറ്റുന്ന പാത്രമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് കുറേശ്ശെ നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാങ്ങ അതിനകത്തേക്ക് ഇടുക. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വേഗം കോരിയെടുക്കുക. ഒരുപാട് സമയമൊന്നും ഇടണ്ട. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാങ്ങയുടെ പുറത്ത് എന്തെങ്കിലും അണുക്കളോ പുഴുക്കളോ അല്ലെങ്കിൽ പുഴുവിൻ്റെ മുട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നതിനും മാങ്ങയുടെ തൊലി നല്ല സോഫ്റ്റ് ആകുന്നതിനും സഹായിക്കും. ഒരു മിനിറ്റോ അതിൽ താഴെയോ മാത്രമേ ഇങ്ങനെ ഇടാവുള്ളൂ. കൂടുതൽ സമയം ഇടേണ്ട കാര്യമില്ല. എല്ലാ മാങ്ങയും ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം കോരി നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങ ഉപ്പിലിടാം. ഭരണി നല്ലവണ്ണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചതാണ്. അതുപോലെ മാങ്ങ ഇപ്പം നമ്മൾ 1 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കോരി അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മാങ്ങയും എടുത്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഭരണിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ മാങ്ങയും തുടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം. നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് കോരി വെച്ചത് കൊണ്ട് ഇതിൻ്റെ വെള്ളം നല്ലോണം വലിയും പെട്ടെന്ന് തന്നെ. എന്നാലും ഒന്നുകൂടി തുടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മാങ്ങയുടെ മുകളിൽ തന്നെ വെള്ളം നിൽക്കണം. അല്ലെങ്കിൽ മോൾ ഭാഗത്ത് പാട പോലെ കെട്ടാനും അതുപോലെ പൂപ്പലുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും മാങ്ങ ഉപ്പുവെള്ളത്തിൽ മുങ്ങി തന്നെ കിടക്കണം. ചിലർ മാങ്ങയും ഉപ്പ് കല്ലും മാത്രം ഇട്ടിട്ട് ഉപ്പിലിടും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മുകൾ ഭാഗത്തുള്ള മാങ്ങയെല്ലാം കറുത്തിരിക്കും. അതുപോലെ പാട പോലെ മുകളിൽ ഇങ്ങനെ കെട്ടിയിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ മാങ്ങയ്ക്ക് യാതൊരു കേടും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റുമായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് നല്ലോണം തുടച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അത് തുണിയിൽ മുക്കിയിട്ട് ഈ ഭരണിയുടെ സൈഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. നല്ലെണ്ണ കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോഴേക്കും പൂപ്പൽ വരാതിരിക്കാനായിട്ട് അത് സഹായിക്കും. ചിലർ ഇതിന് മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കും. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. സൈഡിലൊക്കെ ഒന്ന് നല്ലെണ്ണ വെച്ച് തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത്രമായിട്ട് മൂടി കെട്ടി വെക്കണം. ആദ്യം ഒരു തുണി കൊണ്ട് നല്ലോണം മൂടി കെട്ടിയതിന് ശേഷം അതിൻ്റെ അടപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു തുണി കൂടി എടുത്തിട്ട് ഞാൻ കെട്ടി കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയാലും മതി. പ്രാണികളൊന്നും കടക്കാതെ തന്നെ ഇരിക്കും. നല്ലോണം ടൈറ്റായിട്ട് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രാണിയൊക്കെ വന്ന് മുട്ടയിടാനും അത് പൂപ്പലെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നല്ലവണ്ണം അടച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ 1 മാസം കഴിയുമ്പോൾ തന്നെ ഇത് നല്ലോണം റെഡിയാകും. അന്നേരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ 1 വർഷം വരെ ഇത് ഇതുപോലെ കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ ഒരു 3 മാങ്ങ ഇതിൽ കൊള്ളാതെ വന്നിരുന്നു. ഞാനത് ഇതുപോലെ ഒന്ന് പൂളിയതിന് ശേഷം ഉപ്പിലിടാൻ പോവുകയാണ്.
ഒരുപാട് മാങ്ങയൊന്നും ഇല്ലാത്തവർ കടയിൽ നിന്ന് 2-3 മാങ്ങ മേടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാൻ പറ്റും. അതിൻ്റെ ആ തൊലിയോടുകൂടി തന്നെ പൂളിയെടുത്തതിന് ശേഷം മാങ്ങയുടെ അണ്ടിയും മാങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കാന്താരി മുളകും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കാന്താരി മുളക് ഇല്ലാത്തവർ പച്ചമുളക് കീറിയിട്ടാൽ മതി, 5-6 ഇടാം. എന്നിട്ട് തിളപ്പിച്ചാറിയ ഉപ്പുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. അതും ഇതുപോലെ തന്നെ മാങ്ങയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വേണം ഇടാനായിട്ട്. എന്നിട്ട് അതും ഭദ്രമായിട്ട് മൂടിക്കെട്ടി വയ്ക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങും. ഇങ്ങനെ 2 രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. മാങ്ങ ഒരുപാടില്ലാത്തവർ ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മാങ്ങ സീസണിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.